എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിങ്ക റോസിയനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഉഷമലരി, നിത്യകല്യാണി, അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ശവനാറി എന്നറിയുന്നു. ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് എങ്ങനെയാണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുക എന്നുള്ള ടിപ്സാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഒരു വെറൈറ്റി നാടൻ വെറൈറ്റിയാണ്. എൻ്റെ കയ്യിൽ രണ്ടും നാടൻ വെറൈറ്റിയാണ് ഉള്ളത്. ഈ ഒരു വൈറ്റ് വെറൈറ്റി ഒരു മാസത്തോളമായി ഇതുപോലെ പൂത്ത് തുടങ്ങിയിട്ട് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ പൂത്ത് ഉലഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഈ ഒരു ചെടി ഇരിക്കുന്നത്. ചെടി വാടിപ്പോവുക, ക്ഷീണിച്ച് പോവുക, അങ്ങനെയൊന്നും ഈ ചെടിയിൽ ഞാൻ കണ്ടിട്ടില്ല. എത്ര സൂര്യപ്രകാശം കിട്ടിയാലും നന്നായി പൂക്കുകയും നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ചെടിയാണ്. ചില ചെടികളൊക്കെ നല്ല ലൈറ്റ് കൂടുതലാകുമ്പോൾ സൺലൈറ്റ് കൂടുതലായി കിട്ടിക്കഴിഞ്ഞാൽ ആകെ വാടാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഈ ചെടിയിൽ പൂക്കൾ കൂടുതലായിട്ട് വെയിൽ കാലം കൂടിയപ്പോഴാണ് ഇതിൽ പൂക്കൾ ഇതുപോലെ ആവാൻ തുടങ്ങിയത്. ഇനി അങ്ങോട്ടുള്ള മഴക്കാലം വരെയുള്ള സീസണിൽ ഈ ഒരു ചെടി ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനും മേലെ പൂക്കുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു സീസണിൽ നടാൻ പറ്റിയ ഒരു ചെടിയാണ്. നടുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം വെയിലത്തല്ലാണ്ട് ഷെയ്ഡിൽ വെക്കുക. ചെടി ഒന്ന് പിടിച്ച് കിട്ടിയതിന് ശേഷം നമ്മൾ വെയിലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വേരോട്ടുള്ള മണ്ണായിരിക്കണം നമ്മൾ ഈ ചെടിക്ക് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഈ ചെടിയിൽ എന്താ പറയുക, മണൽ നമ്മുടെ വീട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇട്ടപ്പോൾ ഇതിൻ്റെ കടയിൽ നിറയെ മണലാണ്. അങ്ങനെ മണൽ കൂടുതൽ വന്നപ്പോൾ ഇതിൻ്റെ വേരോട്ടം കൂടുതലാവുകയും ചെടി നല്ല രീതിയിൽ തന്നെ വലുപ്പം ഗ്രോത്തും കൂടുതലായി, പൂക്കളും കൂടുതലായി. അപ്പോൾ വേരോട്ടം നല്ല രീതിയിലുള്ള മണ്ണെടുക്കുക, മണലിൻ്റെ അംശം കൂടുതലുള്ള പോട്ടി മിക്സർ എടുക്കുക. വളമായിട്ട് നമുക്ക് ചാണകപ്പൊടിയോ അതേതാണ് സുലഭമായിട്ടുള്ള വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് കൊടുത്താൽ മതി. ഡ്രൈ ഔട്ട് ആകുമ്പോൾ വെള്ളം നനച്ച് കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കെയർ എന്ന് പറയുന്നത്. ഹൈബ്രിഡ് വെറൈറ്റീസ് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം. മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ചീഞ്ഞു പോലാണ്. അത് വെള്ളം കൂടുതൽ നമ്മൾ ഒഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ചട്ടിയിലുള്ള മണ്ണ് ഡ്രൈ ഔട്ട് ആയതിനു ശേഷം നമ്മൾ നനച്ചു കൊടുക്കുക. ഇതാണ് എൻ്റെ കയ്യിലുള്ള നാടൻ വെറൈറ്റിയിൽ വരുന്ന മറ്റൊരു പ്ലാന്റ്. ഇത് രണ്ടുമാണ് നാടനായിട്ടുള്ളത്. ബാക്കി വരുന്ന കളറുകളൊക്കെ ഹൈബ്രിഡ് ആണ്. നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിൽ പൂക്കളുടെ എണ്ണം കുറവാണ്. കാരണം ഇത് കുറച്ച് ഷെയ്ഡ് ഏരിയയിലാണ്, ഡയറക്റ്റ് സൺസൈഡിലല്ല. അതുകൂടാതെ ഇത് നമ്മൾ നട്ടതല്ല, തന്നെ വിത്ത് ഇങ്ങനെയോ വീണിട്ടുണ്ടായിട്ടുള്ളതാണ്. മുന്നേ ഇവിടെ വെച്ച് നിന്ന് വീണ് വിത്ത് ഉണ്ടായിട്ടുള്ളതാണ്. കുറേ നാൾ, ഒരുപാട് വർഷം തോറും പൂക്കൾ തരുന്ന ചെടിയാണ്. മഴക്കാലത്താണ് ഇതിനൊരു കുറവുള്ളത്. ഇനി വെയിൽ കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ണെന്ന് പറയുന്നത് ഭയങ്കര കട്ടയായിട്ടുള്ള മണ്ണാണ്. നമ്മളുടെ ഗ്രൗണ്ട് സോയിൽ എന്ന് പറയുന്നത് തീരെ വേരോട്ടം കുറവുള്ളൊരു മണ്ണാണ്. അപ്പം അതും ഈ ഒരു ചെടിയുടെ പൂക്കളുടെ എണ്ണം കുറയ്ക്കാനായിട്ടുള്ള കാരണമായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു എന്താ പറയുക പരിചയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ഒരു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരുന്ന, വർഷം മുഴുവൻ പൂക്കൾ തരുന്ന നല്ല ചെടിയാണ് വിങ്ക റോസിയ. കണ്ടോ, ഈ ഒരു പ്ലാന്റിൻ്റെ കട കണ്ടോ, ഭയങ്കര എന്താ പറയുക കട്ട പിടിച്ചൊരു മണ്ണാണ് നമ്മളുടെ. ഇതൊക്കെയാണ് നമുക്ക് നിറയെ പൂക്കൾ തരാനായിട്ട് വിങ്ക റോസിയയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹൈബ്രിഡ് വെറൈറ്റിയിൽ കുറച്ച് കെയർ കൂടുതൽ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ NPKയുടെ വളപ്രയോഗം ചെയ്യാവുന്നതാണ്. ചെയ്യാറുള്ളവർക്ക് ചെയ്യാം. താങ്ക്